ഓക്കെ. നമുക്ക് ആദ്യം നമ്മൾ പതിവ് പോലെ ക്ലാസ് റൂം എടുക്കുക. ഗൂഗിൾ ക്ലാസ് റൂം. കഴിഞ്ഞ ദിവസം ചെയ്തതിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡേ 4 നമ്മൾ എന്താ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാഠപുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. ആ പാഠപുസ്തകത്തിന്റെ ഒരു അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. ക്യാൻവ ഉപയോഗിച്ച് പർട്ടിക്കുലർ യൂണിറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തു, 11 ലാബ്സ് യൂസ് ചെയ്ത് ഓഡിയോ ആക്കി. തുടർന്ന് ഇമേജുകളെ, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ആ ഇമേജുകളെ നമ്മൾ പിക്ക് ചെയ്ത് ക്യാൻവയിൽ കൊണ്ടുപോയി അതിനെ നമ്മൾ ഇമേജുകളാക്കി ആക്കി ഓരോന്നിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. നമുക്ക് ആവശ്യമുള്ള ഓരോ ഇമേജുകളുടെ സ്ക്രീൻഷോട്ട് എടുത്ത് കട്ട് ചെയ്ത് ഇമേജ് ആക്കി അതിനെല്ലാം കൂടെ ഒരു സിമ്പിൾ വീഡിയോ, ക്യാൻവയിൽ തന്നെ സിമ്പിൾ വീഡിയോ ആക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തത്, അല്ലേ? ഇത്രയും ഒക്കെ ആണെങ്കിൽ എനിക്കൊരു കമൻറ്റ് തരുമോ? ഇത്രയും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഒന്ന് കണ്ടു ബോധ്യപ്പെട്ടവർക്കൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് യെസ്സോ നോ എന്നൊക്കെ ഉള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാമായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ കേൾക്കാം. ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ അത് തന്നെ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അതേ സ്റ്റെപ്പ് ഒന്ന് പെട്ടെന്ന് ചെയ്തിട്ട് ഏതാ നരേഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം, ഇമേജ് പെട്ടെന്ന് ചെയ്യാം. എന്നിട്ട് ഈ ഇമേജിനെ നമ്മൾ ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി ഉള്ള, നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുന്ന ക്വാളിറ്റി കുറഞ്ഞ ഇമേജിനെ ഒരു നല്ല രസമുള്ള പിക്ചർ കാണുമ്പോൾ തന്നെ ആ കഥയിലേക്ക് കുട്ടിക്ക് മനസ്സിലാവണം, അങ്ങനത്തെ. അപ്പം ഞാൻ സംസാരിച്ച് കൂടുതൽ സമയം കളയുന്നു. ആദ്യം ചാറ്റ് എടുക്കുന്നു. ചാറ്റ് ജി പി ടി എടുത്ത് നമ്മൾ റെഡിയായി. ഇത് ഡേ 4 ആണ് നിൽക്കുന്നത്. ഡേ 5 പോകേണ്ടതായിട്ടുണ്ട്. ഡേ 5 യൂണിറ്റ് നരേഷൻ, യൂണിറ്റ് റീഡ്. ഇത് ആ പ്രോംപ്റ്റ് നമ്മൾ പിക്ക് ചെയ്യാണ്. കുറച്ചും കൂടെ ഒരു മൈന്യൂട്ടാക്കി, ഒന്ന് ചെറിയ പ്രോംപ്റ്റ് ആക്കി ഇടുന്ന സംഭവമാണ്. അപ്പോൾ ആദ്യം പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തു. ഇനി ആ യൂണിറ്റ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ ആഡ് ചെയ്ത് തരാം. അപ്പോൾ എന്നോടൊപ്പം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യുന്നവർക്ക് സഹായമായിരിക്കും. ഡേ 5 യൂണിറ്റ്, ഇതാണ് യൂണിറ്റ് 1 മാത്രമായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിയോണ്ട് ഫിയർ എന്ന് പറയുന്ന ഈ ഒറ്റ യൂണിറ്റ്. അപ്പിട്ടില്ലേ ഇവിടെ മുഴുവനും അപ്പിട്ട് നിറച്ച് പാമ്പേഴ്സ് ഞാൻ കുളിപ്പിക്കാൻ നിർത്തിയപ്പോ മറ്റേ ഇതെന്ത് ഭാഷ ടീച്ചറെ? മലയാളം തന്നെ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിപ്പോൾ എന്താ പറഞ്ഞേ? നമ്മൾ പ്രോംപ്റ്റ് അവിടെ കിടപ്പുണ്ട്. പ്രോംപ്റ്റിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ: റീഡ് ദ അറ്റാച്ച്ഡ് യൂണിറ്റ് ആൻഡ് ക്രിയേറ്റ് 1 minute നരേഷൻ സ്ക്രിപ്റ്റ് ഫോർ പ്രൈമറി സ്റ്റുഡൻറ്റ്. 1 minute നരേഷൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത സെയിം പരിപാടിയാണ്. അറ്റാച്ച്, ഇത് ഒരു ഡേ 5 കാണും. ഡേ 5 ഇതാണ്. ഇത് ഇതിനകത്ത് അറ്റാച്ച് ചെയ്ത് നമ്മുടെ ക്ലാസ് റൂമിലും കൂടെ ഒന്ന് പെട്ടെന്ന് ഇട്ടുതരാം. ഇതല്ലല്ലോ, ഇതിനകത്ത് കിട്ടും. ക്ലാസ് റൂം B5 ഡേ 5 എഡിറ്റ്. ഏറ്റവും താഴെ വന്ന് അപ്ലോഡ് കൊടുത്ത് ഇവിടെ നിന്ന് പെട്ടെന്ന് കിട്ടും. യെസ്, ഇവിടെ നിന്ന് പെട്ടെന്ന് എടുത്ത് ഇതിനകത്ത് വെച്ച് ഇതിനകത്ത് ഡ്രോപ്പ് ചെയ്യും. യെസ് 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 യെസ്. ഓക്കെ, നിങ്ങളുടെ ഇതിനകത്ത് സേവ് ആയിട്ടുണ്ട്. ഇപ്പം എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാമേ. നമ്മുടെ ആ ക്ലാസ് റൂമിൻ്റെ PDF ഈ ഡേ 5 കിടപ്പുണ്ടേ. യൂണിറ്റ് 1
ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റാണ് ഫസ്റ്റ് യൂണിറ്റ്. പോട്ടെ. അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട്. എന്നെ ഒന്ന് ഓപ്പൺ ആക്കി വയ്ക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് അവിടെ വന്ന് കാണും. ചാറ്റ് GPT അതിനെ സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് നരേഷൻ കിട്ടും. പിന്നെ ഈ ക്യാരക്ടർ നരേഷൻ, ആ തയ്യാറാക്കിയ നരേഷനിൽ ക്യാരക്ടർ നരേഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ കാക്കയുടെ ഇതിലൊക്കെ ചെയ്ത പോലെ അത് സ്റ്റോറി കിട്ടിയിട്ട് ക്യാരക്ടർ നരേഷൻ ചെയ്യിച്ചില്ലേ, അതേ പരിപാടി തന്നെയാണേ. ഇതിവിടെ പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ഈ ടെക്സ്റ്റ് ബുക്ക് ഇമേജ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക എന്നുള്ള പരിപാടിയാണ് അടുത്തത്. 22 പേര് വന്നു. വെരി ഗുഡ്. ലേറ്റായി വന്നവർക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ദിവസം ചെയ്ത സ്റ്റെപ്പുകൾ തന്നെയാണ് ആദ്യത്തെ ഒരു 2-3 നമ്മൾ ഒരു നരേഷൻ തയ്യാറാക്കും. നരേഷൻ തയ്യാറാക്കിയിട്ട് അതിൻ്റെ ഓഡിയോ, പിന്നെ ആ ഓഡിയോ ഈ ഇമേജിനെ ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കും. എന്നിട്ട് ഹൈ ക്വാളിറ്റി ഇമേജിനെ നല്ല രസമുള്ള വീഡിയോ അനിമേഷനാക്കി മാറ്റും. ഇത്രയും പരിപാടികളാണ് അതിനകത്ത് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാറ്റ് GPT ഇന്ന് രാവിലെ മുതൽ ഭയങ്കര സ്ലോ ആണ്. എന്താണ് കാരണമെന്ന് അറിയത്തില്ല. പല വർക്കുകളും ചെയ്തപ്പം ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത്. നമുക്കതുകൊണ്ട് ജെമിനിയെ കൂടെ ഒന്ന് കൂട്ടിന് വിളിക്കാം. ജെമിനിയിൽ കൂടെ ഈ പ്രോസസ്സ് ഒന്ന് ചെയ്ത് നോക്കാം. PDF അപ്ലോഡ്. അപ്പോൾ ചാറ്റ് GPT നടക്കാത്തതുകൊണ്ട് ഞാൻ ജെമിനിയിൽ വന്നേ. അനലൈസ് ചെയ്ത് ഇപ്പോൾ എനിക്ക് ആ സ്റ്റോറിയുടെ ഒരു ഇതൊക്കെ എന്തുവാ, ആ പിക്ചർ അപ്ലോഡ് ആയില്ല. ഇതെൻ്റെ ആൻസർ അല്ല, എന്തോ പ്രശ്നം പറ്റി. ന്യൂ ചാറ്റ് എടുത്ത് ഒരിക്കൽ കൂടെ കൊടുക്കാം. ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് അല്ല കിട്ടി. എനിക്ക് തോന്നുന്നു ചിലപ്പം PDF അപ്ലോഡ് ആവുന്നതിന് മുന്നേ ഇതായി കാണും. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അപ്ലോഡാണ്. നരേറ്റ് ദ സ്റ്റോറി ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ മെയിൻ ക്യാരക്ടർ ഡിൽന. ഇത് പ്രോംപ്റ്റ്, രണ്ടാമത്തെ പ്രോംപ്റ്റാണ് കിടക്കുന്നത്. റീഡ് ആദ്യത്തെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ പ്രോംപ്റ്റാണ് കൊടുത്തത്. ഇതാണ് ആദ്യത്തെ, ഇത് രണ്ടാമത്. പ്രോംപ്റ്റ് 1, പ്രോംപ്റ്റ് 2. ഒരു ടൈം 1 മിനിറ്റ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് തന്നു. അതെന്തായിരുന്നാലും കുഴപ്പമില്ല, നമ്മളത് എടുക്കുന്നില്ലല്ലോ. നമുക്ക് ക്യാരക്ടർ നരേഷൻ, കാക്കയുടെ പറഞ്ഞ പോലെ ഒരു സിമ്പിൾ നരേറ്റ് ചെയ്ത് കിട്ടണം. അതിനകത്ത് പറയണത് നരേറ്റ് ദ സ്റ്റോറി ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് ദ മെയിൻ ക്യാരക്ടർ ദിൽന. ലെറ്റ് ദിൽന ടെൽ ദ സ്റ്റോറി ഇൻ ഫസ്റ്റ് പേഴ്സൺ യൂസിങ് സിമ്പിൾ, ഇമോഷണൽ ആൻഡ് എൻഗേജ്. അപ്പോൾ ഡിൽന പറയുന്ന ഒരു സംഭവമാണ്. ഇത് ഒരുപാട് ലെങ്തി ആയിപ്പോയി. അപ്പോൾ അതിനെ എങ്ങനെ ചെറിയ ലൈനാക്കി മാറ്റാം? ഐ നീഡ് വെരി സിമ്പിൾ 3 to 5 സെൻറ്റൻസ് നരേഷൻ. അതിനോടൊപ്പം എന്താ കൊടുക്കാം? അഡീഷണലി എന്ത് വേണം? ടൈറ്റിലും ഒരു ടൈറ്റിൽ ആൻഡ് ഒരു കൺക്ലൂഷൻ.
കണ്ടീഷണൽ ഗീവ് എന്ന് പറയാം. ഇത് കൊണ്ട് നിങ്ങളുടെ ആ ഇതിനകത്ത് തരാമേ. ഇങ്ങനെ കൈവിട്ടു പോകുന്ന ഒരുപാട് ലൈൻ വരുമ്പോൾ നമുക്ക് ഇതും കൂടെ ഉപയോഗിക്കാം. അത് ഞാൻ 2-ന്റെ താഴെയായിട്ട് കൊടുക്കാം. അപ്പൊ അതിനെന്താ പ്രോംപ്റ്റ് സിംപ്ലിഫൈ. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. സേവ്. ഇതാണ് സംഭവം. ഇതിന് ഇത്രയും സമയമെടുത്തു. അപ്പോൾ നമ്മുടെ നരേഷൻ കിടപ്പുണ്ട്. ഇനി രണ്ടാമത്തെ, ഇനി ഇതിനെ നമുക്ക് ഇമേജുകൾ നമ്മൾ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അല്ലേ? അത് നമ്മൾ ആ സ്റ്റെപ്പിലോട്ടൊന്ന് പെട്ടെന്ന് വരാം. ഇമേജ് എവിടെയാണ് ഈ ഫയലൊക്കെ കിടക്കുന്നത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇല്ലെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ഈ ഫയൽ ഇതിനെ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ അതിനെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ഫോൾഡറിലിട്ട് പെട്ടെന്ന് അതിനെ ഒന്ന് കൊണ്ടുവരാം. ഡൗൺലോഡ് കൊടുത്ത് എങ്ങനെയായിരുന്നു? റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേവ് കൊടുക്കാം. റൈറ്റും വർക്ക് ചെയ്യുന്നില്ലേ? ആ പ്രിന്റ് കൊടുക്കാം. പ്രിന്റ് ടു PDF കൊടുത്ത് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഓക്കെ. ഡൗൺലോഡ് ഫോൾഡർ, ഡൗൺലോഡ്സ്, സേവ് കൊടുത്തേ. അപ്പോൾ അത് ഡൗൺലോഡ് ഫോൾഡറിൽ വന്നു. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. നമുക്ക് പേജ് ആവശ്യമുള്ള പെട്ടെന്ന് പ്രിന്റ് സ്ക്രീനിലെടുത്ത് എടുത്ത് അങ്ങ് പോകും. ഇത് ആദ്യത്തെ ഇമേജാണ്. പ്രിന്റ് സ്ക്രീൻ എടുക്കുകയാണേ. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഏരിയ മാത്രം കൊടുക്കും. 1 ഫസ്റ്റ് ഇമേജ്, ഇതൊന്ന്. ഇതിനെ നമ്മളെവിടെ കൊണ്ടുപോകും? ക്യാൻവയിൽ നമ്മുടെ സൈസിനെ കുറിച്ച് നമുക്കൊരു ധാരണ ആദ്യമേ ഉണ്ടാവണം. ഇത് നമുക്ക് ഏത് സൈസിൽ ചെയ്യാൻ പറ്റും? ഇതും വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു യൂട്യൂബ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചെയ്യാം. ഒരു ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഒരു വിൻഡോ നമുക്ക് അതാണ് വേണ്ട. നമുക്ക് പോർട്രേറ്റ് ആയിട്ടുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫോണിൽ മാത്രമായിട്ടൊക്കെ നമ്മൾ ഒരു വാട്സപ്പിലൊക്കെ നമ്മൾ ചെയ്തിടാറില്ലേ വീഡിയോസ്? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പോർട്രേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് വേണ്ട ലാൻഡ്സ്കേപ്പാണ്. സോഷ്യൽ മീഡിയ എടുത്തിട്ട് അതിനകത്ത് തംബ്നെയിലാണ് നോക്കേണ്ടത്. യൂട്യൂബ് തംബ്നെയിൽ, ഇതാണ് യൂട്യൂബ് തംബ്നെയിൽ. അത് ക്ലിക്ക് ചെയ്ത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആരും ഒന്നും മിണ്ടിയില്ല ഇന്ന്. എൻ്റെ ശബ്ദം മാത്രമേ ഈ ഗ്രൂപ്പിൽ കേട്ടുള്ളൂ. ടീച്ചേഴ്സ് ആരെങ്കിലും ഒന്ന് പറയൂ. കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ആ താങ്ക് യു. സ്പീഡും എല്ലാം കൂടുന്നുണ്ടോ? ഇല്ല. ഓക്കെ, പെർഫെക്റ്റ്. ഞാൻ പേസ്റ്റ് ചെയ്യണേ. ഞാൻ അവിടെ നിന്ന് എടുത്ത കഴിഞ്ഞ ദിവസം ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ്. ഈ ഇമേജിനെ നമ്മൾ ഹൈ ക്വാളിറ്റിയിലോട്ട് മാറ്റുന്നേ ഉള്ളൂ. ഇത് ഫസ്റ്റ് ഇമേജ്. ഇത് അടുത്ത് പെട്ടെന്ന് നമ്മൾ ചെയ്തു പോകും. തീരത്തില്ല അല്ലേ? ഇത് സെക്കൻഡ് പേജ്. അയ്യോ, ഫസ്റ്റും സെക്കൻഡും ഒരേ ഇമേജാണ്. അങ്ങനെയല്ല. ആ ഇമേജ്, ഇതാണ് സെക്കൻഡ് ഇമേജ്. അപ്പോൾ അതിന് പ്രിന്റ് സ്ക്രീൻ കൊടുത്ത് ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു പാഠത്തിൻ്റെ ചെയ്യണമെന്ന് നോക്കണ്ട. നിങ്ങളുടെ ഏത് വിഷയം പഠിപ്പിക്കുന്നവർക്കായിരുന്നാലും നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ആ ഫോട്ടോസ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റി ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കുക, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി വീഡിയോ ആക്കി മാറ്റുക എന്നുള്ളൊരു പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പ്രിന്റ് സ്ക്രീൻ, കീബോർഡിൽ പ്രിന്റ് സ്ക്രീൻ കൊടുത്തു. അപ്പോൾ ചില കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഏരിയ പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും, ചിലതിൽ ആ മൊത്തത്തിൽ അങ്ങ് എടുക്കും.
ഏതായിരുന്നാലും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ആവശ്യമില്ലാത്തൊക്കെ കളഞ്ഞ് ഇവനെ പിടിച്ച് വലുതാക്കി ഇവനെ ഇങ്ങനെ വലുതാക്കി ഇങ്ങനെ എടുക്കും. അപ്പോൾ ഒന്നാമത്തെ ഇമേജായി, രണ്ടാമത്തെ ഇമേജായി. ഇതാ ആ അമ്മ കിടക്കുന്നു. അപ്പോൾ അതിനെ ഈ 3 പിക്ചർ എല്ലാ ഇമേജും എടുക്കുന്നില്ലേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ടൊരു ക്ലൈമാക്സ് കൂടെ ഒന്ന് എടുത്ത് അവസാനം ഈ കുട്ടിയെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. അത് വന്നില്ലേ പ്രിന്റ് സ്ക്രീൻ? ഈ പിക്ചറുകളൊക്കെ എടുത്ത് വെച്ച് അവസാനം നല്ല ഭംഗിയുള്ള ഇമേജാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയായി. ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് ഡൗൺലോഡ്സിലോട്ട് വിടുകയാണേ. എക്സ്പോർട്ട് PNG ഫോർമാറ്റ് ഉണ്ട്, JPG ഉണ്ട്. JPG ആക്കിയിട്ട് ഡൗൺലോഡ് കൊടുക്കുമ്പം ഇതെല്ലാം കൂടെ ഡൗൺലോഡ് ഫോൾഡറിൽ പോകും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന 4 ഇമേജിനെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് എന്ത് ചെയ്തു, ഈ പറഞ്ഞ നമ്മുടെ ക്യാൻവയിൽ ഏത് പേജാണ് എടുത്തേ? ക്യാൻവയിൽ എടുത്തത് യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയുന്ന പേജ് എടുത്ത് അതിനകത്ത് ഓരോ ആഡ് പേജ് കൊടുത്ത് ഓരോ പേജിലും ഓരോ ചിത്രങ്ങൾ കൊണ്ടുവന്നു. നമ്മളെ പാഠപുസ്തകത്തിലെ സെയിം പിക്ചറാണ് കൊണ്ടുവന്നത്. ആദ്യം എന്തുണ്ടാക്കി? നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ച് ആ വോയിസ് നമ്മൾ നരേഷൻ ഉണ്ടാക്കി. രണ്ടാമത് പിക്ചർ ഉണ്ടാക്കി. ഇനി നമ്മൾ ഈ വീഡിയോസിന് ഇതിപ്പോൾ ഒന്ന് കാണണ്ടേ, ഡൗൺലോഡ് ആയത് എവിടെ കിടക്കണമെന്ന് കാണണമല്ലോ. ഡൗൺലോഡ് ഫോൾഡർ ഓപ്പൺ ആക്കി നോക്കിയാൽ അതിനകത്ത് ഇവിടെ ഇതായിരിക്കും. ഇതല്ലല്ലോ, ഈ അൺടൈറ്റിൽഡ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ഞാൻ കംപ്രസ് ചെയ്ത ഫോൾഡർ. അതിനെ ഇങ്ങനെ ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത്, കമ്പ്യൂട്ടറിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഇഷ്യൂ. ഫോണിൽ ഡയറക്റ്റ് ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തു കിട്ടും. കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ എക്സ്ട്രാക്റ്റും കൂടെ ചെയ്യണം. എക്സ്ട്രാക്റ്റ് ഓൾ എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ കാണുന്ന പേജിൽ തന്നെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടും. അൺടൈറ്റിൽഡ് എന്നാണ് അതിൻ്റെ പേര്, ആ ഫോൾഡറിൻ്റെ പേര്. 4 ഇമേജ് വന്നു. അൺടൈറ്റിൽഡ് 3 എന്നാണ് ഫോൾഡറിൻ്റെ പേര്. ഇതിൽ ഏറ്റവും അവസാനം ഇത് ഇവിടെ നടക്കും കീ. അപ്പോൾ ഇതാണ് ഇനി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫയൽ. ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കൊണ്ട് പോയാലോ, എല്ലാം കൂടെ ഇവിടെ ഇട്ട് കുഴപ്പിക്കണ്ട. കട്ട് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ്. ഇതായിരിക്കും ഇമേജ് ഫയൽ. ഇതാണ് നമ്മുടെ ഇമേജ് ഫയൽ. ഇതിനകത്ത് 4 ഇമേജ് ഉണ്ട്. ലോ ക്വാളിറ്റിയിലുള്ള 4 ഇമേജ് ഉണ്ട്. ഇതിനെ നമുക്ക് ഹൈ ക്വാളിറ്റിയിലേക്ക് മാറ്റണം. നമ്മുടെ സൗണ്ട്സും മറ്റ് ഡയലോഗുകളൊക്കെ എവിടെയുണ്ട് ടീച്ചേഴ്സ്? അതാ ഇവിടെയാണ്. ഇതിനെ ഞാൻ വലുതായിരുന്നു, അതിനെ ഞാൻ കുട്ടിയായിട്ട് പ്രോംപ്റ്റ് കൊടുത്ത് കുട്ടിയാക്കി മാറ്റി. ഇതിലല്ലേ കുട്ടിയാക്കി? വേറെ ChatGPT ഉണ്ടോ? ഇത് വലുതായിരുന്നു, ഇതല്ല. വേറെ ChatGPT ഉണ്ടോ? അയ്യോ, ഞാൻ ജെമിനിയിലാണോ ചെയ്തത്? യെസ്, ജെമിനിയിലാണ് ചെയ്തത്. ജെമിനിയിൽ ചെയ്തു. ഐ നീഡ് 3 to 5 സെൻറ്റൻസ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ കഥ പൂർണ്ണമായിട്ടും മനസ്സിലായി. ഇനി നമ്മുടെ സ്റ്റെപ്പ് ഇടയ്ക്ക് നോക്കണമല്ലോ. ഇതല്ല, ഇതല്ല, പക്ഷെ ഇല്ലാത്തൊക്കെ ക്ലോസ് ചെയ്യും. ഇനി നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ പോയി നോക്കാം. സ്റ്റെപ്പ് അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ. ആദ്യം നമ്മളെ
ക്രിയേറ്റ് നരേഷൻ ചെയ്തു. അതിനെ പിന്നെ പ്രത്യേകിച്ച് സെപ്പറേറ്റ് നരേഷൻ ആക്കി. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇമേജുകൾ പിക്ക് ചെയ്തു. എൻഹാൻസ് ഇമേജ് വിത്ത് AI. അപ്പം നമുക്ക് അതാണ് പുതുതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന സാധനമാണ് ഗൂഗിൾ ഫ്ലോ. അപ്പോൾ ഈ ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ടൂൾ ഇപ്പം നമ്മൾ പരിചയപ്പെടും. ഇത് ഗൂഗിളിൻ്റെ സ്വന്തം പ്രോഡക്റ്റാണ്. അതിനകത്ത് നല്ല രസകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇമേജിനെ ഹൈ ക്വാളിറ്റിയിലായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഗൂഗിൾ ഫ്ലോ എടുക്കാനായിട്ട് ഗൂഗിൾ എടുത്ത് അതിനകത്ത് ഗൂഗിൾ ഫ്ലോ ഒന്ന് അടിച്ചു കൊടുക്കുക. ഗൂഗിൾ ഫ്ലോ എന്ന് അടിക്കുമ്പോൾ നമുക്ക് താഴെ ഇതൊക്കെ വരും. ഇതല്ല, നമുക്ക് താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ കാണില്ലേ, നമ്മുടെ സയൻസ് ലാബിൽ ഇരിക്കുന്ന മറ്റേ ബീക്കറല്ലേ എൻ്റെ പേര് ആണെന്ന് തോന്നുന്നു. ഫ്ലോ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഇതാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആദ്യത്തെ തവണ ഗൂഗിൾ ഫ്ലോ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു കറുത്ത ബാക്ക്ഗ്രൗണ്ടിൽ ഇതിൻ്റെ താഴോട്ട് വന്ന് അതിനെ നമുക്ക് ഇതിനകത്ത് ലോഗിൻ എന്ന് പറയുന്ന സാധനം ഇത് ക്രിയേറ്റ് വിത്ത് ഗൂഗിൾ ഫ്ലോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനകത്തോട്ട് ലോഗിൻ ആവും. മുകളിൽ എൻ്റെ എംബ്ലം വന്നു, ലോഗോ വന്നു. അതിനർത്ഥം ലോഗിൻ ആയി എന്നാണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതുപോലത്തെ AI ടൂള് കൈ കിട്ടുമ്പോൾ എത്ര ക്രെഡിറ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കും. നമുക്ക് എത്ര അവർ തന്നിട്ടുണ്ട്, നമുക്ക് എത്ര ക്രെഡിറ്റ് കയ്യിൽ തന്നിട്ടുണ്ട്, എത്ര എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് ശരി, അത് വായിച്ചു. ഇത് ഫുള്ള് വായിച്ചെന്നാ വായിച്ചു. താഴോട്ട് വന്നപ്പോഴാണ് ഇത് ഓക്കെ, കണ്ടിന്യൂ എടുത്തു. അപ്പോൾ ഇത് ഓപ്പണായി വന്നു. എൻ്റെ ക്രെഡിറ്റ് എന്ന് നോക്കിക്കോട്ടെ. എനിക്ക് 650 ഉപയോഗിക്കാൻ പറ്റും, 650 ക്രെഡിറ്റ്. അപ്പോൾ പുതിയ ഫ്രീ ആയിട്ടുള്ള ഒരു ഇമെയിലിൽ ഒരു 150 ഉപയോഗിക്കാം. നമുക്ക് അത് മതിയാവും. ഇത് നേരത്തെ ബാച്ചുകാർക്കൊക്കെ വേണ്ടി ചെയ്തു കൊടുത്തതാണ്. ലോ ക്വാളിറ്റി ഇമേജിന് ഇതിലേക്ക് നോക്കുമ്പോൾ നല്ല രസമുള്ള ഇമേജൊക്കെ കാണും. അപ്പോൾ അത് ഗൂഗിൾ ഫ്ലോയുടെ പ്രത്യേകതയാണ്. ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ശ്രദ്ധിച്ചോണം. ഇനി നമ്മൾ അതിൻ്റെ അകത്ത് എന്താണ്, ഈ ഇമേജുകൾ ഞാൻ എടുത്തല്ലോ, പിക്ചേഴ്സ് 4 പിക്ചറാണ് ഞാൻ എടുത്തത്. വെൽക്കം ടു ഗൂഗിൾ ഫ്ലോ, സീ വാട്ട്സ് ന്യൂ. ഇതൊക്കെ അവിടെ ഇരിക്കുന്നത്, നമുക്ക് നോക്കാം. പോട്ടെ, ഗെറ്റ് സ്റ്റാർട്ട്. പുതിയ അപ്ഡേഷൻ വന്നാണ് അവർ പറഞ്ഞതേ. കണ്ടല്ലോ, ഈ കാണുന്നതാണ് ഈ ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒന്നുമില്ല, നമുക്കൊരു പ്രോംപ്റ്റ് അടിക്കാനുള്ള സാധനമുണ്ട്, ഒരു പ്ലസ് ബട്ടണുണ്ട്, ഇമേജ് ആഡ് ചെയ്തിടാനുള്ള നാനോ ബനാന. ഇത്രയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. താഴെ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരും. ഇത് പ്യുവർലി ഇമേജ് ജനറേഷനാണ്. നമ്മളെ ചാറ്റിംഗ് പോലത്തെ പരിപാടിക്കുള്ളതല്ല, ഇമേജ് ജനറേറ്റ് ചെയ്യാൻ മാത്രമുള്ള സാധനമാണ്. 28 പേരുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ശരിക്കും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ പറഞ്ഞൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അത് പറഞ്ഞല്ലോ. ഇനി അതിനകത്ത് എന്താണ്, ഈ നാനോ ബനാന കാണുന്നുണ്ടല്ലോ, ഇവിടെ നമുക്ക് ചെറിയ പരിപാടികളുണ്ട്. ഇതിനകത്ത് വീഡിയോയും ജനറേറ്റ് ചെയ്യാൻ ഇവിടെ തന്നെ വേണം. അപ്പോൾ എങ്ങനെയാണ് വീഡിയോ ജനറേറ്റ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇമേജ് എന്ന് പറഞ്ഞ് വൈറ്റ് കളർ സെലക്ട് ആയിരിക്കുന്നത് കാണാം. ഇതാണ് ഇമേജിൻ്റെ സൈസ് ഉണ്ട്, എത്ര ഇമേജ് വേണം എന്നുള്ളതൊക്കെ ഇവിടെയാണ് കൊടുക്കണം. എനിക്കിപ്പോൾ സൈസ്, നമ്മൾ സാധാരണ 2 സൈസുകളാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ, 9x16 16x9 അല്ലേ, അങ്ങനെ 2 സൈസുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്യാൻവ ഉപയോഗിച്ച സമയത്ത് ഞാൻ പറഞ്ഞു 16:9 ആയിരിക്കും നമ്മുടെ സൈസ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കും. വീഡിയോ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് വീഡിയോസ് എന്ന് പറയുന്ന സാധനമാണ്, ഫ്രെയിംസ് ആണ് എപ്പോഴും സാധാരണ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രെയിംസ് കൊടുക്കുക, സൈസ് 16:9 ആക്കുക, 1x ചെയ്യുക. സെക്കൻഡുകൾ 10 സെക്കൻഡ് വരെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഈ 10 സെക്കൻഡിൽ സെലക്ട് ചെയ്ത് വെച്ചു. ഒമ്നി ഫ്ലാഷ് എന്ന് പറയുന്ന മോഡൽ, കുറേ മോഡലുകളുണ്ട്. ഒമ്നിയാണ് ഏറ്റവും ലേറ്റസ്റ്റ്, അതാണ് ഏറ്റവും മുകളിൽ കിടക്കുന്നത്. ഇതൊക്കെ അവരുടെ മോഡലുകളാണ്. ഈ പറഞ്ഞ 3.1 3 ഫാസ്റ്റ്, ലൈറ്റ്, ഒമ്നി ഫ്ലാഷ്. അപ്പം അത് ചെയ്യുമ്പോൾ 30 ക്രെഡിറ്റ് ആണ് എനിക്ക് ആവുക. വെറും 30 ക്രെഡിറ്റേ ആവും. ഓക്കെ, അപ്പം നമുക്ക് അത്യാവശ്യം ഒരുപാട് വീഡിയോ ഇതിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ വീഡിയോയെ കുറിച്ചുള്ളത് ഇതാണ്. നമുക്ക് ഇമേജാണ് ആദ്യം ജനറേറ്റ് ചെയ്യാനുള്ളത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഇമേജ് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഇമേജാണ്. അപ്പോൾ അതെങ്ങനെ ഇമേജിനെ ഹൈ ക്വാളിറ്റി ആക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗത്തിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഇമേജ്, ഇതിൽ ഞാൻ വലുതാക്കിയതുകൊണ്ടാണ് ഇവിടെ കാണാം. ഇവിടെ ഒരു അപ്ലോഡ് ഇമേജ് കണ്ടല്ലോ. അത് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരും. ഇതിൽ അപ്ലോഡ് ഇമേജ് കൊടുക്കണം. അപ്ലോഡ് ഇമേജ് കൊടുത്തിട്ട് നമ്മുടെ ഇമേജുകളൊക്കെ ഞാൻ പറഞ്ഞു നമ്മൾ ഡെസ്ക് ടോപ്പിൽ ഞാൻ കൊണ്ടുവന്ന് ഇട്ടു എന്ന് ഓർമ്മ കാണും നിങ്ങൾക്ക്. ഡെസ്ക് ടോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ അൺടൈറ്റിൽഡ് ഡിസൈനിനകത്ത് ഓരോ ഇമേജ് ആയിട്ട് കിടപ്പുണ്ട്. ഫസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തു. ബാക്കിൽ അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത് നിങ്ങൾക്ക് കാണാം. 56%, 70%. ഇപ്പൊ ഈ ഇമേജ് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് അപ്ലോഡ് ആയിരിക്കുകയാണ്. നമ്മുടെ ഈ കമ്പ്യൂട്ടറല്ല, ഈ പറഞ്ഞ എൻ്റെ പ്രൊഫൈലിനകത്ത്. അപ്പോൾ ഇതിനെ നമ്മൾ ബ്യൂട്ടി ആക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോംപ്റ്റ് ഉണ്ട്. അതെവിടെ കിടക്കും? ക്ലാസ് റൂമിനകത്ത്. കൺവേർട്ട് ദിസ് ലോ ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്ക് ഇമേജ് ഇൻറ്റു ഹൈ ക്വാളിറ്റി. ആ പ്രോംപ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ ഫ്ലോയിൽ വരിക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇതിനെ ഒരു ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് പോണേ. ഇതാണ് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ്. നിങ്ങൾക്ക് ഈ പ്രോജക്റ്റ് മാത്രം, ഇതിന് മുന്നേ ഉള്ള പ്രോജക്റ്റുകളാണ് അവിടെ കാണിച്ചത്. ആ ഇമേജ് വന്നല്ലോ. ഇതാണ്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോംപ്റ്റ് താഴെ പേസ്റ്റ് ചെയ്യുക. കൺവേർട്ട് ദിസ് ലോ ക്വാളിറ്റി ടെക്സ്റ്റ് ബുക്ക് ഇമേജ് ഇൻറ്റു ഹൈ ക്വാളിറ്റി പിക്സാർ സ്റ്റൈൽ 3D ഇലിസ്ട്രേഷൻ, കീപ് ദ ഒറിജിനൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഞാൻ അത് പ്രോംപ്റ്റ് സെൻഡ് ചെയ്തു. അപ്പോൾ അത് ആ ഒരു ഇമേജ് നല്ലൊരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാ ഇമേജും ഹൈ ക്വാളിറ്റി ഇമേജ് ആക്കി നമുക്ക് മാറ്റും. നമ്മൾ സമയം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-12 ഇമേജ് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. കണ്ടോ? നമ്മൾ നേരത്തെ കണ്ട ആ ഇമേജിന് നല്ലൊരു രസമുള്ള ഒരു ഹൈ ക്വാളിറ്റി ഇമേജ് ആയിട്ട് കിട്ടി. അത് ആ പ്രോംപ്റ്റ് വഴിയാണ് ചെയ്തത്. ഇങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഇനി രണ്ടാമത്തെ ഇമേജ് പ്ലസ് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് കൊടുത്ത് രണ്ടാമത്തെ ഇമേജ് കൊടുക്കുക. പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടാണ് അത് തീരണത് കൂടെ കൊടുക്കുക. അത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. 43% കാണിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ 4 ഇമേജും നമുക്ക് കിട്ടും. അതിൽ ഇപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഈ ഇമേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് നടക്കട്ടെ. ഇത് പ്രോംപ്റ്റിനകത്ത് ഒരു വരി പറയുന്നത്, ഐ നീഡ് ഫ്രണ്ട് പോസ് ഓഫ്, ആ പെൺകുട്ടിയുടെ ഫ്രണ്ട് പോസ് എനിക്ക് വേണം. അപ്പോൾ ആ പ്രോംപ്റ്റ് കോപ്പി എടുത്ത് നോക്കാം. ഏതെങ്കിലും അതായത് ഈ നരേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രണ്ട് പോസ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ഇമേജ് ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട് പോസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം. അതായത് പെൺകുട്ടി നിൽക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആരടുത്ത് ചോദിക്കുകയാണ്? ഫ്ലോയോട് ചോദിക്കുകയാണ്, അതിനെ ഒന്ന് ഫ്രണ്ട് പോസ് തയ്യാറാക്കി തരുമോ? ഇവിടെ ഫെയിലിയർ ആയേ. ഇത് വേറെ എന്തോ ഇമേജാണ് വന്നത്. ഫെയിലിയർ ആയെങ്കിൽ നമുക്കതിനെ മൂവ് ടു ട്രാഷ് കൊടുക്കുക, അതിൻ്റെ കൂടെ ഇടണ്ട. ഈ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അയ്യോ, ഇതല്ലല്ല പ്രോംപ്റ്റ്. ഹൈ ക്വാളിറ്റി ഇമേജ്, ഹൈ ക്വാളിറ്റി ഇമേജിൻ്റെ പ്രോംപ്റ്റ് വേണം ഇവിടെ കൊടുക്കുക. ഇങ്ങനെ 4 ഇമേജ് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തയ്യാറാക്കിയെടുക്കണം.
ഒരേ സമയം ഗൂഗിൾ മറ്റേ ക്യാൻവയുടെ വീഡിയോ കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒക്കെ അപ്പം തന്നെ അതിനകത്തോട്ട് കയറ്റി ആഡ് ചെയ്ത് ഇടാം. അത് കണ്ടോ, നല്ല ക്വാളിറ്റിയിൽ കിട്ടി. അപ്പോൾ അത് ഡൺ കൊടുത്ത് അടുത്ത പിക്ചർ പ്ലസ് കൊടുത്ത് അപ്ലോഡ് ഇമേജ് കൊടുത്ത് മൂന്നാമത്തെ ഇമേജ് അവിടെ കൊടുത്ത് അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കയറി വേണം എൻ്റെ പ്രോംപ്റ്റ് കൊടുക്കാനേ. നേരത്തെ ഞാൻ ഇവിടെ നിന്ന് കൊടുത്തു, അതുകൊണ്ടാണ് എനിക്ക് വേറൊരു എന്തോ ഒരു ഇമേജ് കിട്ടി. ഇപ്പൊ ഈ ഇമേജിൻ്റെ അകത്ത് ചേഞ്ച് വരുത്തണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇപ്പോഴേ ആ ഇമേജിന്റെ പുതിയ വെർഷൻ കിട്ടും, പുതിയ ഇമേജ് കിട്ടും. ഇത് എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയണേ. നമ്മൾ ഇതുവരെ മൊത്തം 10 ദിവസത്തെ നമ്മുടെ കയ്യിലുള്ളതിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഇതാണ്. B5 ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതാർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റാത്തേ? ഇത്രയും ദിവസമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതായേ, കണ്ടോ മൂന്നാമത്തെ ഇമേജ്. ഇതൊക്കെ നല്ല രസമുള്ള ഇമേജ് ആണല്ലേ. ഒരു സെക്കൻഡേ ഒന്ന്. ഹലോ, ജോയിൻ ചെയ്യാൻ പറ്റിയോ? എന്ത് പറ്റി? ആ ആ ആ ഓക്കെ, ഇപ്പോഴാണ് മെസ്സേജ് കണ്ട. ശരി ശരി ടീച്ചർ, ഒന്ന് ഓ ഓ ഓ ശരി. അപ്പൊ ഈ മൂന്നാമത്തെ ഇമേജ് നമുക്ക് കിട്ടി. ഇനി ഒരു ഇമേജും കൂടെയാണ് നമുക്കുള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യും? ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഇമേജ് കൊടുത്ത് നാലാമത്തെ ഇമേജും ഇവിടെ പറഞ്ഞു കൊടുക്കും. നാലാമത്തെ ഇമേജ് നമുക്കിവിടെ അപ്ലോഡായി വരും. നമുക്കിതിനകത്ത് നല്ല ഒരു പിക്ചർ നോക്കിയിട്ട് നമുക്ക് ആ പെൺകുട്ടിയുടെ ഒരു ഫ്രണ്ട് പോസ് ആവശ്യപ്പെടാമേ. ആഡ് ടു പ്രോംപ്റ്റ്. ഇതിൽ ആഡ് ടു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ചെറുതായിട്ട് കാണിക്കുന്നുണ്ടോ? അതിനകത്ത് നമുക്ക് ഹൈ ക്വാളിറ്റി ആക്കി തരൂ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ചെയ്യും. ഈ ഇമേജിൽ നമുക്ക് മാറ്റം വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നേരത്തെ കണ്ടോ ആഡ്, രണ്ട് രീതിയിലും ചെയ്യാം. വരട്ടെ. ഇപ്പം ഇതോടുകൂടി നമ്മുടെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇനി ആ പെൺകുട്ടിയുടെ ഫ്രണ്ട് ഇമേജും കൂടെ കിട്ടിയാൽ അതിനെയാണ് നമുക്ക് ലിപ്സിങ്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കാൻ. ഇനി ഇതൊരു പീക്ക് ടൈമാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നതേ. ഇപ്പോൾ റിസൾട്ട് ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കേണ്ട. നമുക്ക് പകലൊക്കെ നല്ല ഇത് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം രാവിലെയാണ്. വെളുപ്പിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇനി അങ്ങോട്ട് പോകുന്നതോറും പാടായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ കിട്ടുമായിരിക്കും. 8 മണിക്കൊക്കെ കിട്ടുന്ന കാര്യം ഭയങ്കര പാടാണ്. ഓക്കെ, 1 2 3 4 ഇമേജ് കിട്ടി. 4 ഇമേജിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു പോസ് ആ പെൺകുട്ടിയുടെ ഫ്രണ്ട് കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ലൈനിനുള്ള ഇതിനകത്ത് പേസ്റ്റ് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം. എനിക്ക് എന്താ വേണ്ടേ? ആ പെൺകുട്ടിയുടെ ഒരു ഫ്രണ്ട് പോസാണ്, നല്ല ക്വാളിറ്റിയുള്ള ഫ്രണ്ട് പോസ്. അപ്പം അതിൽ അവൾ നരേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാനാണ്. നമുക്ക് ഇതിന്റെ പാരലായിട്ടൊരു മൊബൈലിൽ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുന്നില്ലേ, ലാപ്ടോപ്പിലാണ് ക്ലാസ് എടുക്കണേ. അപ്പോൾ അത് മൊബൈലിലോട്ട് വരുമ്പോൾ വീഡിയോ റെക്കോർഡിങ് കിട്ടുന്നില്ല. അത് കണ്ടോ, നല്ല രസത്തിൽ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞ് കിട്ടി.
ഇതിനെയാണ് നമുക്കൊന്ന് ആ നരേഷൻ ഉള്ള ഇതിൻ്റെ വീഡിയോ നമുക്ക് തയ്യാറാക്കാം. അതെങ്ങനെയൊന്ന് പഠിക്കാം. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞ് ഡൺ കൊടുത്തു. ഉണ്ടോ, ഞാൻ ഉദ്ദേശിച്ച പോലെ ഫ്രണ്ട് പോസ്റ്റിൽ ആ പെൺകുട്ടിയുടെ കിട്ടി. അതിൻ്റെ പ്രോംപ്റ്റ് നമ്മൾ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അതാ ഒരു 4-5 വരിയേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം കിട്ടി. അപ്പോൾ അതിനെ എന്ത് ചെയ്യും, നമ്മൾ അനിമേറ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. വീഡിയോ ഫ്രെയിംസ് ബേസ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ കുട്ടിയുടെ ഫോട്ടോ തന്നെ ആദ്യം കിടക്കണം, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ വരും. പക്ഷേ ഇതിനകത്തൊരു എക്സ് കിടക്കണം, അതെന്താ കിടക്കണം, അതെന്താണെന്ന് നോക്കണമല്ലോ. ആയതായിരിക്കും, നോക്കാം. അപ്പം അതിൻ്റെ പ്രോംപ്റ്റ്, അതിൻ്റെ അകത്ത് എന്താ സംസാരിക്കേണ്ടത്, ഇതാണ് സംസാരിക്കേണ്ടത്. ഇതാണ് യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. ഹലോ ചിൽഡ്രൻ, ടുഡേ ലെറ്റ്സ് ലിസൺ എ ബ്രേവ് സ്റ്റോറി ഫ്രം യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ. ഇത്രയും ഞാൻ കൊടുക്കുകയാണേ. ഇത്രയും ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്പീക്ക് എന്ന് പറഞ്ഞ് വെറുതെ സ്പീക്ക്, എന്നിട്ട് ഡബിൾ കോഡ്സ് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് കോപ്പി എടുത്ത് അത്രയും ഇതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത് 10 സെക്കൻഡിൽ ഇത്രയും വരുമായിരിക്കാം എന്ന ഒരു പ്രതീക്ഷ. ഇല്ലെങ്കിൽ വേറൊരു വീഡിയോ കൊണ്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരും. നോക്കാം. ഞാനിപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഈ കാണുന്ന ചിത്രം അനിമേറ്റും ചെയ്യും, ടോക്കും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, മൊബൈലിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു അഡീഷണൽ ക്ലാസ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ തയ്യാറാക്കി ഇടുകയോ ഏതാണ് പ്രായോഗികമെന്ന് നോക്കാം. അത് വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ക്യാൻവയിൽ നമ്മൾ വീഡിയോ ചെയ്യണില്ലേ, എങ്ങനെ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് വീഡിയോ ഓരോ പിക്ചറിനെ കൊണ്ട് വെച്ച് അതിൻ്റെ ബാക്കിൽ ഓഡിയോ എടുത്ത് കഴിഞ്ഞ ദിവസം ചെയ്ത് അത് നമ്മുടെ ഫോണിൽ തന്നെ ഒരു ആപ്പ് ഉണ്ട്. എൻ്റെ പേര് വന്നിട്ട് ക്വായ്ക്കട്ട് എന്നാണ്, KWAICUT. ക്വായ്ക്കട്ട് ഒരു ഒരു ആപ്പ് തന്നെയാണ്. നമ്മുടെ ഒരുപാട് ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ടല്ലോ വീഡിയോ എഡിറ്റിംഗ് ഇല്ലേ, സ്കൂളിലെ ഫങ്ഷൻസ് ഒക്കെ ഫോണിലാക്കിയിട്ട് അതിനെ ഏതെങ്കിലുമൊക്കെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ. ഒന്നും എനിക്ക് ഓർമ്മ കിട്ടില്ല. ഇവിടെ ഇപ്പം എന്ത് സംഭവിച്ചു, കഥയൊക്കെ മാറി. ഇത് വേറൊരു പെൺകുട്ടി സംസാരിക്കും, നമ്മുടെ കഥാപാത്രം എത്തിയില്ല. എന്തോ ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടാവും. എന്തോന്നാണ് മാഡം പറയണേ നോക്കട്ടെ. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയാമോ, ഏത് ആപ്പാണ് ഓപ്പൺ ചെയ്യേണ്ടത്? ഈ ടീച്ചറെ, ഞാൻ ആക്ച്വലി ഇതൊക്കെ ഇതിനകത്ത് പറയാം. ഇന്നത്തെ ദിവസം അത് പറയാൻ പറ്റൂല. കാരണം എന്താണെന്നറിയോ, ഈ ഫോണും ഈ ലാപ്ടോപ്പും കൂടെ നടക്കൂല, ഒരുമിച്ച് ചെയ്യാൻ പറ്റൂല. അപ്പം നമുക്ക് ഇതിനെ കണക്ട് ചെയ്ത് മറ്റൊരു ദിവസം ഫോണിൽ കംപ്ലീറ്റ് ചെയ്യാം. ഫോണിൽ എങ്ങനെയാണ് ഈ വീഡിയോസിനെ കൊണ്ടുപോയി ചേരണമെന്നുള്ളത് ഒരു സ്പെഷ്യൽ ക്ലാസ് പോലെ നമുക്ക് ചെയ്യാം. മറ്റൊരു ബാച്ചിൽ അങ്ങനെയാണ് ചെയ്തത് വേറൊരു ടൈമേ. അപ്പം അതിൽ നമുക്ക് ചെയ്യാം. ഇന്നത്തെ നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്തപ്പോൾ എൻ്റെ ഉദ്ദേശം ഒരു പെൺകുട്ടി സംസാരിക്കണം എന്നുള്ളതായിരുന്നു. ഞാൻ ഈ പെൺകുട്ടിയൊക്കെ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എന്തോ ഇഷ്യൂ പറ്റി, അത് സംഭവിച്ചില്ല. പക്ഷേ ഇവർ സംസാരിച്ചത് നല്ല രസമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ നന്നായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ ഇത് വോയിസ് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാനേ. കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യാവോ? ഇപ്പൊ ഈ ലേഡി പറയുന്ന കേൾക്കുമെന്നുള്ളത് ഒന്ന് നോക്കി ഇപ്പൊ കൺഫേം ചെയ്യാവോ? വോയിസ് കേൾക്കാൻ പറ്റത്തില്ല സാർ. ആ അതെ, താങ്ക് യു. ഞാൻ അതിനെ ഒന്ന് ചെറിയൊരു സെറ്റിങ്സ് മാറ്റിയാലേ കേൾക്കുള്ളൂ. Hello, children.
Today, let's listen to a brave story from Unit 1. ഒരിക്കൽ കൂടെ പ്ലേ ചെയ്യാമേ, കേൾക്കുന്നുണ്ടാവും. കേട്ടോ? ഇതില് വോയിസ് കേട്ടോ? ഹലോ. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് കേട്ടായിരുന്നു. അതെങ്കിൽ സാറ് വീണ്ടും പ്ലേ ചെയ്തപ്പോ കേൾക്കത്തില്ല. ഓ, അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തന്നെയായിരുന്നു. ആ, ഇനി ഒരിക്കൽ കൂടെ പ്ലേ ചെയ്യാം. Unit 1. Not here. Hello, children. Today. കേൾക്കുന്നുണ്ടാ? ഇപ്പൊ കേൾക്കാം. യെസ് യെസ് യെസ്, ഇത്രേ ഉള്ളൂ. നോക്കൂ എന്ത് ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയെന്ന്. അപ്പൊ നമുക്ക് ഇത് വളരെ ഉപയോഗമുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഒരുപാട് അധ്യാപകർ ഇത് കണ്ട് ഭയങ്കര ത്രില്ലിംഗ് ആയ ഒരു സാധനമാണ്. ഇങ്ങനെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് അനിമേറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അതൊന്ന് പരീക്ഷിക്കുക, എങ്ങനെയാണ് ചെയ്തതെന്ന് ഒരിക്കൽ കൂടെ കാണിച്ചു തരാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഈ പെൺകുട്ടിയെ സംസാരിപ്പിക്കാൻ ട്രൈ ചെയ്യണേ. ആദ്യം നമ്മൾ ഇപ്പൊ അതിൽ ഒരു ഐ ഇവിടെ മുകളിൽ കാണിക്കുക, അതാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. മേ ബി കുട്ടി ആയതുകൊണ്ടായിരിക്കാം, ചൈൽഡിന് എന്തൊക്കെയോ റെസ്ട്രിക്ഷൻ ഒക്കെ ഉള്ളതാണ്. എന്നാൽ ചില ചൈൽഡിന് കിട്ടുകയും ചെയ്യും. അതെന്താണ് അതിന്റെ പരിപാടി എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവും. എനിവേ, ഞാൻ ഒരിക്കൽ കൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഈ പിക്ചർ കളഞ്ഞിട്ട് ഒരിക്കൽ കൂടെ നോക്കാം. അപ്പം ആ പിക്ചറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം ഈ ഈ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഇരുന്ന് ആ പെൺകുട്ടിയെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണേ. കോപ്പി പേസ്റ്റ്. അപ്പോൾ അതിന്ന് ആ പെൺകുട്ടിയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ അത് കിട്ടിയിട്ട് അത് വെച്ച് നമുക്ക് ആനിമേറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് മൺഡേ എങ്ങനെയാണെന്നുള്ളതൊന്ന് പറയണേ. മിക്കവാറും ആർക്കെങ്കിലുമൊക്കെ ട്രെയിനിങ് കാണുമല്ലോ. ഫ്രൈഡേ, സാറ്റർഡേ, മൺഡേ, ട്യൂസ്ഡേ ആണ് ട്രെയിനിങ് വരുന്നത്. ഉള്ളവരൊന്ന് ഗ്രൂപ്പിൽ പറയണേ. അടുത്ത ആഴ്ചത്തെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ബാച്ചുകളൊക്കെ തീരും. ഫസ്റ്റ് ബാച്ചൊക്കെ തീരെയാണ്. അപ്പം നമുക്ക് ബാക്കിലോട്ട് പോവാം. 5:30 എന്നുള്ളത് നമുക്ക് അങ്ങോട്ട് ബാക്കിലോട്ട് പോകാനുള്ള സൗകര്യമുണ്ട് അടുത്ത ആഴ്ച. അപ്പോൾ ഈ പെൺകുട്ടി അത് ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്ത് തന്നത്, ഈ രീതിയിൽ. ഞാൻ ഉദ്ദേശിച്ചത് അവൾ മാത്രമായിരുന്നു. എനിവേ, ഇങ്ങനെ കിട്ടി അതൊന്ന് സംസാരിക്കുമെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനൊന്ന് സംസാരിപ്പിക്കാൻ ട്രൈ ചെയ്യണേ. ഡൺ. ഇവിടെ ഡൺ കൊടുത്ത് ബാക്കിലോട്ട് വന്ന് ഈ അനിമേഷൻ ഉണ്ടല്ലോ, അതിൽ സ്റ്റാർട്ട് കൊടുത്ത് ആ പെൺകുട്ടി നിൽക്കുന്നിടത്ത് ആഡ് ടു പ്രോംപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്നു. അപ്പോഴും ഈ സാധനം തന്നെ വരും. ഫ്രെയിംസ് ഫോർ ഒമിനി ഫ്ലാഷ് കമ്മിങ് സൂൺ, ട്രൈ യൂസിങ്. ഓ, അത് ഞാൻ വായിച്ചു നോക്കിയില്ല, അപ്പൊ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ഇപ്പോൾ ഒമിനി മാറ്റണം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒമിനി മാറ്റി 3.1 ഫാസ്റ്റ് ആക്കി കൊടുക്കും. ഓക്കെ, അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചോണേ. ഈ ഞാൻ ഒമിനി ഇട്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ കൊടുത്തു. അപ്പോൾ അതായിട്ടില്ല എന്നാണ് പറയുന്നത്. 3.1 കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പം നമുക്ക് മറ്റേ പഴയ പെൺകുട്ടിയെ കൊണ്ടുവരാം. സ്റ്റാർട്ട് കൊടുത്തിട്ട്, അയ്യോ അതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത എൻ്റെ ഒരു കാര്യം. ഇനി സംസാരിക്കുന്ന വീട് ഇതാണ് കിടക്കുന്നത്. കോപ്പി കൊടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് ട്രാഷിൽ നിന്ന് ഇങ്ങനെ എടുത്താലേ തടപ്പ്. ട്രാഷിൽ നിന്ന് റീസ്റ്റോർ എടുത്താൽ തിരിച്ചവിടെ പോകും. തീരെ പോയിട്ടില്ല. കൊള്ളാം, വെരി ഗുഡ്. അതാ പെൺകുട്ടി ചെന്നു, ഇതിനെ ഞാൻ കളഞ്ഞു. സ്റ്റാർട്ട് കൊടുത്തു, പെൺകുട്ടി കൊണ്ടുവന്നു, ആഡ് പ്രോംപ്റ്റ് കൊടുത്തു, ഇവിടെ ഇത് കൊടുത്തു, സ്പീക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഡബിൾ കോഡ്സ് കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ ഞാൻ ചെയ്ത സ്റ്റെപ്പുകളാണ്, അതാണ് സ്പീഡ് പറയണേ. അത്രേ ഉള്ളൂ. സ്പീക്ക്, അതിനകത്ത് ഡബിൾ കോഡ്സിന് എനിക്ക് സംസാരിക്കേണ്ട സാധനം കൊടുക്കും. ഇവിടെ സംസാരിക്കണം. Let's wait. കുട്ടി മിണ്ടുന്നുണ്ടോന്ന് നോക്കണം. ക്യൂഡ് ആയിക്കോട്ടെ, കുഴപ്പമില്ല. എറർ വരാതിരുന്നാൽ മതി.
നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ ഇതിപ്പോ സ്പീക്ക് ചെയ്യാവുന്ന ഒരു ഇതാണ് അനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തൊക്കെ അതിന്റെ സെന്റൻസ് ഒക്കെ കൊടുക്കാം. ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് കൊടുക്കാൻ തോന്നുന്ന ഒരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കളിക്കട്ടെ, ചിൽഡ്രൻ ആർ പ്ലേയിങ്, അങ്ങനെ കൊടുക്കാം. ഇതിനകത്ത് കൊടുക്കാം. കൺഗ്രാജുലേറ്റിംഗ് കൊടുക്കാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു അനിമേഷൻ കൊടുത്ത് ഇതൊക്കെ ഈ ഇമേജുകളൊക്കെ അനിമേറ്റ് ആവും. ആവശ്യമുള്ള ടൈം മാത്രമേ ഇതിനകത്ത് കൂട്ടാൻ മതി. ഈ വീഡിയോയ്ക്കകത്ത് ഒമിനി ഫ്ലാഷ് എടുത്തപ്പോഴാണ് സമയം കാണിച്ചത്. അത് പക്ഷെ നല്ല ഫീച്ചറായത്. പക്ഷെ ബാക്കിയുള്ള ഒന്നിനും അങ്ങനെ ടൈമില്ല, അവർ തരുന്ന ടൈമാണ്. ഈ 3.1 എന്ന് പറഞ്ഞപ്പോൾ വന്നു കേട്ടോ അവിടെ. എന്താണ് വന്നതെന്ന് നോക്കട്ടെ. ഗോട്ട് ഇറ്റ്. എന്താണെന്ന് പ്ലേ ചെയ്ത് നോക്കാം. കുട്ടി എന്താ പറയുന്നേ? ഞാനൊന്നും കേൾക്കുന്നില്ല. കുട്ടി ഒന്നും പറയണില്ല. One. Two. Beyond fear. So children, today let's listen to a brief story. ഓക്കെ. ആൻഡ് ടു മീ എന്ന് ഇവിടെ വല്ലതും ഉണ്ടാ? എക്സ്ക്ലമേഷൻ മാർക്ക് കിടക്കണുണ്ടാണോ? ഈ സിമ്പിളൊക്കെ കിടന്നു, അതാണ് പ്രശ്നം കേട്ടോ. യൂണിറ്റ് 1 കഴിഞ്ഞിട്ട് ഈ സിമ്പിൾ അതിനകത്ത് വരാൻ പാടില്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എന്തായിരുന്നാലും നല്ല ഭംഗിയായിട്ടൊരു അനിമേഷൻ കിട്ടി. ഒന്ന് ചെയ്ത് നോക്കണേ നിങ്ങൾ. ഇതുപോലെ ഓരോ ഇമേജ് ഇപ്പൊ ഡൺ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഓരോ പ്രോജക്റ്റുകളായിട്ട് നമുക്ക് കിട്ടും. ഇതിനകത്ത് ഞാനൊരു അനിമേഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ ക്ലിക്ക് ചെയ്ത് നാനോ ബനാന, അല്ല അത് വരത്തില്ല, ഡൺ. ഇവിടെ തന്നെ മാറ്റാം. വീഡിയോ, ഇപ്പൊ വീഡിയോ ആണല്ലോ. പ്ലസ് ക്ലിക്ക് ചെയ്ത് ഏത് ഇമേജ് ആണോ അനിമേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട്. ഈ ഫസ്റ്റ് ഇമേജിനെ എനിക്ക് ആഡ് ടു പ്രോംപ്റ്റ് കൊടുത്ത് ഇവിടെ എനിക്ക് അനിമേറ്റ് ചെയ്യണം. ഞാൻ അനിമേറ്റ് എന്ന് കൊടുക്കുകയാണ്. നമ്മൾ ഈ പിന്നെ ഫ്ലോയ്ക്ക് വിട്ടു കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ അനിമേറ്റ് ചെയ്തു. നിന്റെ യുക്തിക്ക് അനുസരിച്ച് അനിമേറ്റ് ചെയ്തു. നമുക്ക് ചാറ്റ് GPT കൊണ്ടുപോയി നമുക്ക് നല്ല രീതിയിൽ പ്രോംപ്റ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്യാമേ. അതെങ്ങനെ വേണം, ബോയും ഗേളും കൂടെ ഡോറിന് ആ ഡയറക്ഷനിൽ ഓടണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ അങ്ങനെ ചെയ്യും. എങ്ങനെയാണോ പ്രോംപ്റ്റ് കൊടുക്കുന്നത് ആ രീതിയിൽ നമുക്ക് തയ്യാറാക്കി തരും. അത്യാവശ്യം ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫ്ലോ എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ഒക്കെ ഫ്ലോയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ക്രെഡിറ്റ് തരുന്നുണ്ട്. ഇതിപ്പോ 150 എന്ന് പറയുമ്പോൾ തന്നെ ഒരെണ്ണത്തിൽ എത്ര 30 അല്ലേ വരുന്നുള്ളൂ. ഒരു ഫ്രീയിൽ നമുക്ക് 5 വീഡിയോ വരെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇമേജ് കഴിഞ്ഞിട്ട് അത് തന്നെ അതിന് ഞാൻ അനിമേറ്റ് എന്ന് മാത്രമേ കൊടുത്തു, വേറെ റോളൊന്നും കൊടുത്തില്ല. അതുകൊണ്ടാണ് അതിന് തോന്നിയ പോലെ. കണ്ടല്ലോ, ഇങ്ങനെ നമുക്ക് ഓരോ ഏഹ്, ഇത് എൻ്റെ പ്രോജക്റ്റ് ഈ ഏത് ഗൂഗിൾ ഫ്ലോയുടെ പ്രോജക്റ്റുകൾ ആദ്യം മുതലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. ഇതിനകത്ത് ചിലത് ഇമേജ് ഉണ്ട്, ചിലത് വീഡിയോ ആണ്. ഇല്ലേ, വലിയ ബുദ്ധിമുട്ടുണ്ടോ മനസ്സിലാക്കാൻ? എളുപ്പമല്ലേ? ഇമേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് മാത്രമായിട്ട് കാണാം. വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ മാത്രം കാണാം. ഓൾ മീഡിയ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം എല്ലാം കാണിക്കും. നമുക്ക് വീഡിയോ മാത്രം ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ തുടക്കത്തിലുള്ള ഈ വീഡിയോ എനിക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ
ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഏത് ഒറിജിനൽ സൈസ് 720 ഉണ്ട്, ഇത് അപ്സ്കെയിലായിട്ട് വലുതാക്കിയൊന്നും വേണ്ട, ഒറിജിനൽ സൈസ് 720p. അപ്പോൾ ഈ വീഡിയോ ഡൗൺലോഡായി. ഇനി ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് അത് കൊടുക്കുക. അത് രണ്ടും ഡൗൺലോഡായി. ഇനി ഇമേജ് എണ്ണം കിടപ്പുണ്ടല്ലോ, ഇമേജിനെ എന്ത് ചെയ്യും, ഈ ഇമേജിനെ നമുക്ക് കൊണ്ടുപോകാം. ഇതിപ്പോൾ എവിടെയാണ് അവർ ചോദിക്കുന്നത്? സേവ് ചെയ്യേ സ്റ്റാൻഡേർഡ് 3ലാണ്. അപ്പോൾ എവിടെയെങ്കിലും സേവ് ചെയ്താൽ കിട്ടൂല. ഒന്നുകിൽ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഒരു ഫോൾഡർ അൺടൈറ്റിൽഡ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പമുണ്ട്, എല്ലാം ഒരിടത്ത് കിടക്കും. ഡെസ്ക്ടോപ്പിൽ അൺടൈറ്റിൽഡിനകത്തിടാം, രണ്ടാമത്തെ. ഇപ്പോൾ 2 വീഡിയോ അവിടുത്തെ ആയി. ഇനി ഇമേജ് ആണോ ഉള്ളത്, ഇമേജസ്. ഒറിജിനൽ സൈസ് 1K ആണ്. ഡൗൺലോഡ് ഇത് വേണമെങ്കിൽ എടുക്കാം. നോക്കാം എല്ലാം ഉണ്ടാവും, എത്തിയോന്ന്. ഇങ്ങനെ നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ഫയലുകളും നമ്മൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ഫോൾഡറിനകത്തോട്ട് സേവ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, എല്ലാ ഫയലുകളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്ത ലോ ക്വാളിറ്റി ഇമേജ്, പിന്നീട് ചെയ്ത ഈ ഫ്ലോയുടെ സഹായത്താൽ ചെയ്ത ഹൈ ക്വാളിറ്റി ഇമേജ്, വീഡിയോ, 2 വീഡിയോ ആണ് തയ്യാറാക്കിയത്. ഇതുപോലെ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ തയ്യാറാക്കി നമുക്ക് വയ്ക്കാം. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ചെയ്യുക. കോമ്പോസിറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ 11 ലാബ്സിൽ കയറി ഫുള്ള് ഈ സാധനങ്ങൾ അത്ര എടുത്തങ്ങ് വയ്ക്കുകയാണ്. അപ്പോൾ ആ കഥ പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ ഓടണം. അപ്പോൾ 11 ലാബ്സിൽ പോവാം. 11 ലാബ്സ് ഒക്കെ നിങ്ങൾ ഒന്ന് നന്നായിട്ടൊന്ന് പയറ്റി തെളിയണം കേട്ടോ, നല്ല ഉപയോഗമുള്ള സാധനമാണ്. ക്ലാസ് റൂമിലൊക്കെ ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, നമ്മൾ തൊണ്ടയിട്ട് കീറണ്ട. ഇത് നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വീഡിയോ കാണുമ്പോൾ തന്നെ കുട്ടിക്ക് ഐഡിയ ഫുള്ള് കിട്ടും ആ പാഠഭാഗത്തിൻ്റെ. ഇപ്പോൾ 11 ലാബ്സ് ഓപ്പൺ ആയി വരികയാണെ. അതിനകത്ത് നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് ടു സ്പീച്ച് ആണ്. ടെക്സ്റ്റ് ടു സ്പീച്ച് ആണ് വേണ്ടത്. കഥ എവിടെ കിടക്കുന്നു? ഇവിടെ കിടക്കും. കഥ എത്രയും പിടിച്ച് ഇതിൽ കുറേ PDF എന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാത്ത സാധനമുണ്ട്, അതിനെ കളയണം, ഇല്ലെങ്കിൽ അതിൽ ഇത് കയറി വരും. കോപ്പി എടുത്തു ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. ഇത് നേരത്തെ വേറെ ഏത് ക്ലാസ്സിന് എടുത്തത്. Control+P. മൈ ബിഗ് ബ്രേവ് ഡേ. ഹായ്, ഐ എം ഡില. അപ്പൊ അമിത് ഗുപ്ത എന്ന് പറയുന്ന ആളുടെ വോയിസ് ആണ് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് പെൺകുട്ടിയുടെ വോയിസ് ആണ് വേണ്ടത്. ഗേൾ. ഹെവി ആയല്ലോ, കമ്പ്യൂട്ടർ ഹെവി ആയി. ഇന്ത്യൻ ഗേൾ. ഗേൾ കൊടുത്തു നോക്കാം. ഈ ബിയാൻക ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്നതാണ് കേട്ടോ.
ബിയാൻക പ്രൊഫഷണൽ വോയിസ് ക്ലോൺ. ഈ ബിയാൻകയിൽ ഞാൻ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. ഇവിടെ വന്നാലേ നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റും. ആ ഇപ്പോൾ ഒരു കളർ മാറി. ഇനി വരും. ഇപ്പോൾ ബിയാങ്ക വന്നു. ജനറേറ്റ് സ്പീച്ച് കൊടുത്തു. ഇവിടെ നോക്കണം V3 ആണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യണം. അല്ലെങ്കിൽ ശബ്ദം നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കിട്ടില്ല. ഇപ്പോൾ ജനറേറ്റ് ചെയ്തു, പക്ഷേ നമുക്കിവിടെ ഇത് കിട്ടിയില്ല. റിവ്യൂ വന്നില്ല ഡൗൺലോഡ് ചെയ്യാനുള്ള. വെയിറ്റ് ചെയ്യാം. ഇതോ താഴെ വല്ലതും ഉണ്ടോ? ഇല്ല, താഴെയൊന്നുമില്ല. റീജനറേറ്റ് കൊടുക്കാം, വരാത്തതുകൊണ്ട്. എനിക്ക് 9,125 ഉണ്ട് ക്രെഡിറ്റ്. യെസ്, വന്നേ. വോയിസ് കേൾക്കുമായിരിക്കും. ഇത് നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല. ക്യാൻവയിൽ പോയി ക്യാൻവ വീഡിയോ എടുത്ത് എല്ലാത്തിനും എടുത്ത് വയ്ക്കും, അടിക്കടിക്ക് വയ്ക്കും. ഞാൻ പറഞ്ഞ ഒരു അഡീഷണൽ ക്ലാസ് നമുക്കുണ്ട്. ആ ദിവസം നമുക്ക് ഫോണിൽ ഇത് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് ഫ്രൈഡേ അല്ലേ? ഫ്രൈഡേയും സാറ്റർഡേയും ക്ലാസ് ഉണ്ടല്ലോ ടീച്ചേഴ്സ്, ഇല്ലേ? My big brave day. Hi, I'm Jonah. One rainy day, painted still. ഡൗൺലോഡ് കൊടുത്തേ. അതോടുകൂടി നമ്മളെ പ്രോജക്റ്റിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ആവും. ഫ്രൈഡേ നമുക്ക് കോഴ്സ് ഉണ്ട്. എനിക്ക് ടീച്ചേഴ്സ് മനസ്സിലായി ടീച്ചർ. ഓക്കെ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രൈഡേ ക്യാൻസൽ ചെയ്തിട്ട് അടുത്ത ആഴ്ച ആകുമ്പോൾ എൻ്റെ ആ ബാച്ചൊക്കെ തീരും. 7 മണിക്കത്തെ ബാച്ച് അടുത്ത ആഴ്ച ആകുമ്പോൾ തീരും. നമുക്ക് വേണമെങ്കിൽ അടുത്ത ആഴ്ചകളിൽ കൂടുതൽ ദിവസം വേണമെങ്കിൽ ഇരിക്കാം. നെക്സ്റ്റ് വീക്കിലെ 1 മണിക്കൂർ എന്നത് 1.5-2 മണിക്കൂർ വേണമെങ്കിൽ ഇരുത്തി അടുത്ത ആഴ്ച കൊണ്ട് അതിൻ്റെ അടുത്ത ആഴ്ച തീർക്കാം. ഇപ്പോൾ Okay. ഫ്രൈഡേ സാറ്റർഡേ വരുന്നു. അതിൻ്റെ അടുത്ത് മൺഡേ പറ്റൂലായിരിക്കാം. മൺഡേ ട്രെയിനിങ് കാണും. മൺഡേ ട്യൂസ്ഡേ ട്രെയിനിങ് കാണും. വെനസ്ഡേ ഉണ്ട്, ഫ്രൈഡേ ഉണ്ട്. ഈ വെനസ്ഡേ ഒരു 2 മണിക്കൂർ, ഫ്രൈഡേ 2 മണിക്കൂർ ആകുമ്പോൾ ഒക്കെ തീരും. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്ട്രാ ക്ലാസ്സും കൂടെ വയ്ക്കുമ്പോൾ ഓക്കെ. ഇപ്പോൾ ഡേ 5 അല്ലേ? അങ്ങനെ ചെയ്യാം. ഇന്നിപ്പോൾ 5, ഇനി 5 ക്ലാസ്സും കൂടെയാണ് ഉള്ളത് നമുക്ക്. അപ്പോൾ ഇടയ്ക്ക് ഒരു എക്സ്ട്രയും കൂടെ വരുമ്പോൾ ഓക്കെ. അങ്ങനെ ചെയ്യാമേ ടീച്ചേഴ്സ്. നമുക്ക് കൂടുതൽ സമയം ഇത്തിരി ബാക്കിലോട്ട് എടുത്തിട്ട് കൂടുതൽ സമയം നോക്കാം. 5:30 എന്നുള്ളത് നമുക്കൊരു 6:30 വെച്ചിട്ട് 7:00, 8:30 അങ്ങനെ ഫിനിഷ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഇത് ഡൗൺലോഡ് ഫോൾഡറിൽ പോയിട്ടുണ്ടാവും. 11 ലാബ്സ്. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അതായി. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് കോമ്പോസിറ്റ് ചെയ്താൽ മതി, പണി തീർന്നു. ചെയ്യാം. അതിനുവേണ്ടി ക്യാൻവയുടെ വീഡിയോ, യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, ഇതെങ്ങനെ എടുക്കുന്നത്? സോഷ്യൽ മീഡിയ എടുത്ത് യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്ന ലാൻഡ്സ്കേപ്പ് മോഡലിലിരിക്കുന്ന ഒരു സ്ക്രീൻ. അതിനകത്ത് ഈ പറഞ്ഞ ഞാൻ എടുത്തു വെച്ച എല്ലാ വീഡിയോയും ഫോട്ടോസും നമ്മുടെ ഓഡിയോയും എല്ലാം കൂടെ എടുത്ത് വയ്ക്കാം.
ഇങ്ങനെയാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ കൊണ്ടുവരും? അപ്ലോഡ് ഫയൽസ്, ഡെസ്ക്ടോപ്പ് ടൈറ്റിൽ ഫസ്റ്റ് വീഡിയോ, ഈ വീഡിയോ ഇപ്പോൾ കൊടുത്തപ്പോൾ അത് വീഡിയോസിൻ്റെ അകത്ത് ഇങ്ങനെ ഡൗൺലോഡായി. ആദ്യത്തെ വീഡിയോ. ഇനി രണ്ടാമത്തെ വീഡിയോ അപ്ലോഡ്. എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്താൽ മതി കേട്ടോ. രണ്ടാമത്തെ വീഡിയോ ഇതായിരിക്കും. പിന്നെ ഹൈ ക്വാളിറ്റി ഇമേജ് വരണത് ഇത് ഇത് ഇത്. ആ ഓരോ ഇമേജുകളും ഇവിടെ സെലക്ട് ചെയ്ത് നമ്മളിവിടെ കൊണ്ടുവന്ന് ഇത് ആദ്യത്തെ, ഇത് രണ്ടാമത്തെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, വെയിറ്റ് ചെയ്യണം. രണ്ടാമത്തെ വീഡിയോ. ഇത് രണ്ടാമത്തെ ഇമേജ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓർഡറിനനുസരിച്ച് പിടിച്ച് വെച്ച് ഇങ്ങനെയൊക്കെ വലിച്ച് വെച്ച് ഓഡിയോ ഫയൽ പിക്ക് ചെയ്ത് അപ്ലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് ഓഡിയോ ഫയൽസിന് നമുക്ക് കൊണ്ടുവരാം. അപ്ലോഡ് ഫയൽസ്, ഡൗൺലോഡ്സിനകത്ത് കിടക്കുന്ന ആ ഫയലിനെ ഇവിടെ കൊണ്ടുവരിക. ഈ ടൈം ലൈനിനടുത്ത് ഇവിടെ വെച്ചാൽ ഇത് ഹലോ എന്നൊക്കെ പറയുന്ന സാധനമല്ലേ, അത് കഴിഞ്ഞിട്ട് വയ്ക്കും. നമുക്ക് ആദ്യം മുതൽ ഒന്ന് പ്ലേ ചെയ്യാം. ഇതിൽ വോയിസ് കിടക്കുകയാണ്. ആ വോയിസിനെ നമ്മൾ എന്ത് ചെയ്യണം? 0 ആക്കണം. എന്തോ ക്ലിപ്പിനായിരുന്നാലും നമ്മൾ അതിൽ മാറ്റം വരുത്താൻ വേണ്ടി അതിൻ്റെ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ മുകളിൽ കാണിക്കും. ഇതിൽ വോളിയം ആണ് നമ്മൾ 0 ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ആ വോളിയത്തിൻ്റെ അവിടെ വന്നിട്ട് വോളിയം ക്ലിക്ക് ചെയ്ത് 0 ആക്കി കൊടുത്താൽ വോളിയം കുറയും. ഇതെന്നല്ല, ഏത് ടൂളായിരുന്നാലും ഇപ്പോൾ നമ്മളൊരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ വ്യത്യാസം വരുത്തണം, അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ മുകളിൽ കാണിക്കും. ഇവിടെ ഇതിൻ്റെ ക്ലിപ്പ് ക്ലിക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഓപ്ഷൻ മുകളിൽ കാണിച്ചു. അല്ലാതെ ഇപ്പം വോളിയം മാത്രമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം കളയണം എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലാവശ്യമില്ലാത്ത ഭാഗം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റും ഓഡിയോയും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണ്. എല്ലാം ഉപയോഗിക്കാം, ഞാനിപ്പോൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയും ചെയ്ത് വെച്ച് നമ്മൾ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം എക്സ്പോർട്ട് ആവും. എക്സ്പോർട്ട് എന്ന് വെച്ചാൽ ഡൗൺലോഡ്, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡായി കിട്ടും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചേഴ്സ് ഫ്രൈഡേ സാറ്റർഡേ ക്ലാസ് ഉണ്ട്, തിങ്കൾ ചൊവ്വ ക്ലാസ് ഉണ്ട്. നമുക്ക് ഇനി പറ്റുന്ന സമയം ബുധനാഴ്ചയാണ്, ബുധൻ വെള്ളി. ഞാൻ വിചാരിക്കുന്ന ബുധൻ വെള്ളി നോക്കിയിട്ട് തീരണില്ലെങ്കിൽ സ്കൂൾ തുറക്കുന്ന ബുധനാഴ്ച ഒരു 7:30-കോ വല്ലതും നോക്കാം. അത് എന്ന അഭിപ്രായം എല്ലാവരും ഒന്ന് പറയണേ. നമുക്ക് ഭയങ്കര സ്പീഡ് കൂട്ടി തീർക്കണ്ട, കാരണം ആർക്കും ഒന്നും മനസ്സിലാവില്ല. സ്കൂള് തുറന്നിട്ട് ഒരു 7:30, അങ്ങനെ ഒരു 2 ദിവസം കൊണ്ട് നമുക്കത് ഫൈനലൈസിലോട്ട് കിടക്കാം.
ഒന്ന് മറുപടി പറയണേ ഗ്രൂപ്പിൽ. അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വെള്ളിയാഴ്ചയും കാണില്ല, തിങ്കളാഴ്ചയും കാണത്തില്ല. ഇനി അടുത്ത ക്ലാസ് ബുധനാഴ്ചയാണ്. ഞാൻ വോയിസ് ഇടാം. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമോ ആർക്കെങ്കിലും? ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്തതിൽ. ടീച്ചേഴ്സ്. നമ്മളിത് ഫോണിൽ ചെയ്യുമ്പം ഈ ഗൂഗിൾ ഫ്ലോ ഡൗൺലോഡ് ചെയ്തിട്ട് വേണോ ചെയ്യാന്? അങ്ങനെയും ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഗൂഗിളിൽ എടുത്തിട്ട് ഗൂഗിൾ ഫ്ലോ എന്ന് ടൈപ്പ് ചെയ്തും ചെയ്യാറുണ്ട്. ഗൂഗിൾ ഫ്ലോ എന്ന് പറയുന്ന ആപ്പ് ഉണ്ടോ? ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ. അതുണ്ട് സാറേ, പക്ഷെ നമുക്ക് ചെയ്യാൻ ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. പറ്റണില്ല അല്ലേ? സാർ പറ്റണില്ല അല്ലേ? തരാവോ? ഞാൻ അടിച്ചോ ഫോണിലും വരാം. ഫോണിൽ വരാം. അതിനെന്താണ്? നമ്മൾ ഈ ഗൂഗിൾ ഫ്ലോ സാറ് രണ്ടാമത്തെ ക്ലാസ്സിന്റെ സമയത്ത് നമ്മൾ പറഞ്ഞതല്ലായിരുന്നോ? അതെ അന്ന് ഇതിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നോ? അതെ അതെ. ഇപ്പൊ പറ്റുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ ചെയ്ത് നോക്കിയില്ല സാർ. എനിക്ക് ഫോണിന്റെ അകത്ത് തന്നെ ഞാൻ ക്ലാസ് കൊടുക്കുന്നു. എനിക്കൊരു ഫോണേ ഉള്ളേ. അപ്പം ഞാൻ ഇരുന്ന് ചെയ്ത് നോക്കാന്ന് ഓർത്തോണ്ടായിരുന്നു. ഉം. കണക്ഷൻ കട്ടാവുകയെല്ലാം ചെയ്തോ? ഹലോ. കട്ടായിട്ടില്ല. ഹലോ.